ഇനി ഒരു സമയമുണ്ട്, അന്നേരം വെള്ളം എല്ലാം കൂടി കയറി ഈ ഒരു ഭാഗം വരെ ഇങ്ങനെ എത്തും വെള്ളം. നമ്മളെ ചൂണ്ടയിടാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഇന്ന് ഞാൻ വർക്കിന് പോയില്ല, 2 ദിവസമായി പോയിട്ട്. ഡ്രസ്സൊക്കെ ഇട്ട് പോകാൻ ഇറങ്ങിയതാണ്, തീരെ വയ്യാതെ ഞാൻ നിന്നതാണ്. അപ്പോൾ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനൊരു വീഡിയോ മുടക്കണ്ടല്ലോ, വീഡിയോ പിടിക്കാമെന്ന് ഓർത്ത്. അപ്പോൾ കുറേ ദിവസമായി ചൂണ്ടയിടുന്ന വീഡിയോ ഇട്ടിട്ട്, എപ്പോഴും ഇപ്പോൾ പുതിയ വീഡിയോസൊക്കെ ഇട്ടിട്ട് ഹരിതകർമ്മയുടെ ഇതൊക്കെയല്ലേ നമ്മൾ ഇട്ടത്. അപ്പോൾ വീട്ടിൽ നിന്നപ്പോൾ പഴയ ചൂണ്ടയിടുന്ന വീഡിയോയൊക്കെ ഒന്നുകൂടി ഒരു ദിവസമൊക്കെ ഇട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്താണ്, ഇറക്കപ്പറ്റാണിപ്പം. ഇറക്കമോ ഏറ്റവും എന്നൊക്കെ ഉണ്ടേ, അങ്ങനെ നമുക്ക് ചൂണ്ടയിടാൻ പറ്റുള്ളൂ. ഇറക്കമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ദേ ഈ കാണുന്ന ഭാഗമില്ലേ, ഞാൻ കാണിച്ചു തരാവേ. ദേ ഈ കാണുന്ന ഭാഗത്തൊക്കെ ഈ വെള്ളം വന്ന് നിറഞ്ഞ് നിൽക്കുന്നതാണ്. ഇപ്പോൾ ഉച്ച കഴിയുമ്പോൾ ഞാൻ കാണിച്ചു തരാം, അന്നേരമാണ് ഏറ്റമാകുന്നത്. ഏറ്റവും ഇറക്കമൊക്കെ നമ്മുടെ കുറേ ആളുകൾക്കൊക്കെ മനസ്സിലാവുമായിരിക്കും, ചിലർക്കൊന്നും ഒട്ടും മനസ്സിലാകില്ല. ഏറ്റവും എന്ന് പറയുന്നത് വെള്ളം കയറി നിറഞ്ഞ് ദേ ഈ കാണുന്ന ഈ ഭാഗമൊക്കെ വെള്ളം കയറി നിറഞ്ഞ് നിൽക്കേണ്ട സമയമാണ്. ഇപ്പോൾ അതൊക്കെ ഇറങ്ങി നമ്മുടെ കടലിൽ വെള്ളം ഉള്ളിലേക്ക് വലിയല്ലേ, അപ്പോൾ നമ്മൾ കുറേ കൂടി നമുക്ക് ഇറങ്ങി നിൽക്കാമല്ലോ. പക്ഷേ കടലിങ്ങോട്ട് കയറി വരുന്ന സമയമാകുമ്പോൾ നമുക്ക് കുറേ കൂടി പുറകോട്ടിറങ്ങിയല്ലേ നിൽക്കാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ ഇവിടെ അങ്ങനെ അടിച്ച് കയറിയാലെങ്കിലും ഇപ്പോൾ വെള്ളം ഇറങ്ങിപ്പോയി. ഇപ്പോൾ നമ്മൾ ചൂണ്ടയിട്ടാലൊക്കെ ഒരു സാധനവും നമുക്ക് കിട്ടിയല്ല. ഇറക്കപ്പറ്റെന്ന് പറയും ഇതിന്. വെള്ളം ഇറങ്ങിപ്പോയി. ഇനി ഉച്ച കഴിയുമ്പോൾ വെള്ളം കയറി നിറഞ്ഞു കഴിയുമ്പോൾ അതിനോടൊപ്പം നമുക്ക് ഒരുപാട് മീനും ഒക്കെ ഇട്ടായിരിക്കും കയറി വരുന്നത്. ആ സമയത്ത് ചൂണ്ടയിടുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് മീനൊക്കെ കിട്ടുക ഒരു ഭാഗ്യം പോലെ ഇരിക്കും. കിട്ടുകയെന്നറിയാൻ പാടില്ല. നമുക്ക് ഉച്ച കഴിഞ്ഞൊന്ന് ചൂണ്ടയിട്ട് നോക്കാം. ഇത് കണ്ട, ഇറക്കപ്പറ്റിയാണെന്ന് കാണിക്കാനാണ് ഇപ്പോൾ എടുത്തത്. ഇവിടെയൊക്കെ ചെള്ളയെന്ന് പറയും, മണ്ണല്ല, അല്ലാതെ ചെള്ള. ഈ ചെള്ളയൊന്നും കാണാൻ പറ്റിയല്ല ഉച്ച കഴിഞ്ഞ് ഞാൻ എടുക്കുന്ന വീഡിയോയിലൂടെയൊക്കെ വെള്ളം കയറി നിറഞ്ഞ് നിൽക്കും. വേണ്ട, അത് തന്നെയല്ല ഇവിടെ മുഴുവനും ഇപ്പോൾ വൻ കാടായിപ്പോയി. നേരത്തെ പണ്ടൊന്നും ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നു. അതായത് ഒരു 10-15 വർഷം മുമ്പൊക്കെ ഇവിടെ ഇങ്ങനെയൊന്നുമില്ല. ആ അറ്റം വരെ കാണാം. എന്നുവെച്ചാൽ ഞങ്ങളുടെ വീടാണ് പടിഞ്ഞാറ് വശം ഏറ്റവും അറ്റത്ത്. എന്നാലും നമുക്ക് അറ്റം ഈ കായലുകളും ചാലുകളും ഒക്കെയാണ് ഞങ്ങളുടെ പടിഞ്ഞാറ് വശം നിറച്ച്. എങ്കിലും നമുക്ക് അറ്റം വരെയുള്ള കായൽ വരെ കാണാമായിരുന്നു തെളിഞ്ഞ്. പക്ഷെ ഇപ്പോൾ കണ്ട മുഴുവനും കാടാൽ ചുറ്റപ്പെട്ട് ഇങ്ങനത്തെ ഒരു ഇതായിപ്പോയി. സത്യം പറഞ്ഞാൽ സന്ധ്യയൊക്കെ പുറത്തേക്ക് ഇറങ്ങാൻ കൂടി പേടിയാണ് ഈ കാടിൻ്റെ അകത്ത്. എത്ര വെട്ടിക്കളഞ്ഞാലും ശരിയാണ്, പിന്നെ അതിൻ്റെ ഇരട്ടിയായിട്ട് പിടിച്ച് വരും. ഇത് കണ്ട, പടിഞ്ഞാറ് വശവും തെക്ക് വശവും ഒക്കെയാണ് ഈ കാണുന്നതേ. ഇതാണ് വീട്, ഇതാണ് ഞങ്ങളുടെ വീട്. ഞങ്ങളുടെ വീടാണ് ഏറ്റവും അറ്റത്ത് കാണുന്നത്. കണ്ട, ഞങ്ങളുടെ വീടിൻ്റെ പടിഞ്ഞാറ് നിന്ന് അങ്ങോട്ട് ഒറ്റ വീട് പോലില്ല, വെള്ളത്താൽ ചുറ്റപ്പെട്ട സ്ഥലമാണ് ഞങ്ങളുടേത്. കണ്ട, ഇങ്ങനെ കാടായി തിങ്ങി നിൽക്കുന്നൊരു സ്ഥലമാണ്. എന്ന് വെച്ചാൽ ഇതൊക്കെയാണ് ഇതിൻ്റെയൊക്കെ പേര്, മരത്തിൻ്റെയൊക്കെ പേര് പറയാൻ കമ്മട്ടി, കലശം എന്നൊക്കെ പറയുന്ന, പിന്നെ ഈ കരിമീൻ വള്ളി എന്നൊക്കെ പറയുന്ന ഒരുപാട് സൈസ് പേരിലുള്ള കാടും പടലേക്കാണ് പിടിച്ച് കിടക്കുന്നത്. പക്ഷേ ഇവിടെ ഞങ്ങൾക്ക് കാറ്റ് ബാധിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഈ മരങ്ങളിങ്ങനെ നിന്ന് കാറ്റ് പിടിക്കലെന്നൊക്കെ പറയുന്നുണ്ട് ആൾക്കാർ, ശരിയായിരിക്കും. പിന്നെ ഞങ്ങൾ കുറേ കണ്ടലൊക്കെ സംരക്ഷിച്ച് നട്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഈ വെള്ളത്തിൻ്റെ അടുത്ത് കിടക്കുന്നവർക്ക് കാറ്റ് വേഗം പിടിക്കുവേ. അപ്പോൾ ഇത് കണ്ട, ഇത് ഞങ്ങളുടെ വീടിൻ്റെ പറ്റരികിൽ തന്നെ ഇത് മുഴുവനും കണ്ടലാണ്. ഇത് ഞങ്ങൾ വെച്ച് പിടിപ്പിച്ചേക്കുന്നതാണ്. കാരണം ഈ കണ്ടലിൻ്റെ കാല് കണ്ട ഇങ്ങനെ നിൽക്കുന്ന കാരണം മണ്ണൊലിപ്പും തടയും. അതേപോലെ തന്നെ കാറ്റ് വന്നാൽ അധികം നമ്മൾ അറിയില്ല. ഒരുവിധപ്പെട്ട കാറ്റൊക്കെയാണ് ഈ കണ്ടൽ തടഞ്ഞു നിർത്തി നമ്മളെ സംരക്ഷിക്കും. പിന്നെ രോഗപ്രതിരോധ ശേഷിയും കണ്ടലുണ്ടെങ്കിൽ ഉണ്ടാവുമെന്നാണ് പറയണത്. എന്തായാലും നമ്മൾ കണ്ടൽ സംരക്ഷിച്ചിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ മാത്രമല്ല, നമ്മൾ അങ്ങൊക്കെ കാണുന്ന വീടുകളുടെ അവിടെയൊക്കെ എല്ലാം കണ്ടലാണ് ഈ വെച്ച് പിടിച്ചേക്കുന്നത് കൂടുതലും. ഞങ്ങൾക്കത് നല്ലൊരു സംരക്ഷണമാണ് കേട്ടോ. പിന്നെ ഇതൊക്കെ വലിയ വലിയ കാടുകളൊക്കെയാണ്. ഇത് കണ്ട, ഇത് നല്ല വഴിയാണ്. ആരും പോവുകയൊന്നുമില്ല, എന്നാലും ഞങ്ങളൊക്കെ തന്നെ നടക്കുന്ന വഴിയാണ്. ഇത് കണ്ട, ഒരു പാല പണിയിട്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ട് പോയെന്നാൽ ഇപ്പം പോകാൻ കൂടി പറ്റാത്തൊരു സ്ഥലമായി മാറി. ഇത് കണ്ട, ഭയങ്കര കാടായിപ്പോയി. ഇതിൻ്റെ ഉടമസ്ഥരോടൊന്നും വെട്ടാൻ പറഞ്ഞാലും അവർ കേൾക്കുകയില്ല, അവർ വരാറുമില്ല. ഇതിൻ്റെ മുതലാളിയൊക്കെ, ഒരു മുതലാളിയുടെ ഒരു പറമ്പാണ്, അവരിപ്പോൾ പാട്ടത്തിന് കൊടുത്തേക്കാണ്. ഈ ചാലുകളൊക്കെ വാറ്റാൻ വേണ്ടിയിട്ട് അവർ മറ്റൊരു വ്യക്തിക്ക്, സ്വകാര്യ വ്യക്തിക്ക് അവർ പാട്ടത്തിന് കൊടുത്തേക്കുന്നതാണ്. അപ്പോൾ അവരത്ര കാര്യമായിട്ട് ശ്രദ്ധിക്കുകയൊന്നുമില്ലല്ലോ. അപ്പോൾ ഞങ്ങൾക്കാണ് പണി. ഇത് കണ്ട, അപ്പോൾ നമുക്ക് ഏറ്റവും പോകുമ്പോൾ ഒരു ചൂണ്ടയിട്ട് നോക്കാം കേട്ടോ. ഞാനപ്പോൾ
ഇത് ഞങ്ങളുടെ വള്ളമാണ്. ഇപ്പോൾ വള്ളമൊക്കെ കേടായി പോയി. അതുകൊണ്ടാ വള്ളം പൊട്ടി ഇതായിട്ട് നമ്മൾ അത് കരക്ക് കയറ്റി വെച്ചിരിക്കുന്നതാണ്. ഇനി വള്ളം ശരിയാക്കിയിട്ടൊക്കെ വേണം ചേട്ടന് മീൻ പിടിക്കാനൊക്കെ പോകാനായിട്ട്. കായലിലേ മീൻ പിടിക്കാൻ പോകാനായിട്ട്. അപ്പോൾ വള്ളം കയറ്റി വെച്ചേക്കാണ് ഇപ്പോൾ കരയിൽ. വള്ളം കേടായി, ഒരുപാട് പൈസയൊക്കെ മുടക്കണം വള്ളം ശരിയാക്കി എടുക്കണമെങ്കിൽ. അപ്പോൾ അത് കാരണമാണ് അതങ്ങനെ വെച്ചിരിക്കുന്നത്. അതൊക്കെ ശരിയാക്കി ഇറക്കണം. അങ്ങനെ പോകുന്ന കാര്യങ്ങൾ. ഇത് കണ്ട, ഇത് നമ്മുടെ വീടിൻ്റെ തെക്ക് പുറമാണ് ഈ കാണുന്നതൊക്കെ. ഇതാണ് വീടിൻ്റെ തെക്ക് പുറം. ഇത് കണ്ട, ഇങ്ങനെ പോയിക്കാണ് കാടുകൾ. ഇത് കണ്ട, ആരോടെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കുമോ? ഇങ്ങനെ പോയിക്കണം. പക്ഷേ നേരെ കിഴക്ക് വശത്തേക്ക് വന്നാൽ കുറച്ച് വീടുകളുണ്ട്. ഞാൻ കാണിച്ചു തരാവേ. അത് കണ്ട, കിഴക്ക് വശമാണ് വീടുകളുള്ളതേ. ഇതൊക്കെ നമ്മുടെ സ്വന്തക്കാരുടെ വീടുകളൊക്കെ തന്നെയാണ്. കണ്ട, ഇവിടെ നിന്ന് അങ്ങോട്ടാണ് ഞങ്ങൾക്ക് വഴിയുള്ളത്. പടിഞ്ഞാറ് വശവും വടക്ക് വശവും തെക്ക് വശവും ഒരു വഴിയില്ല, വെള്ളവും കാടും മാത്രമാണ്. കിഴക്കോട്ട് ഇങ്ങോട്ട് ഇറങ്ങിയാലാണ് നമുക്ക് വഴിയും എന്തെങ്കിലും നിത്യോപയോഗ സാധനത്തിനും എല്ലാ കാര്യത്തിനും നമുക്ക് നേരെ കിഴക്കോട്ടാണ് പോകേണ്ടത്. അതാണ് നമ്മുടെ ഒരവസ്ഥ. പക്ഷെ കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഭംഗിയൊക്കെയാണ് കാണാൻ. ആരെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ആസ്വദിക്കാനുള്ള വകുപ്പൊക്കെ ഉണ്ട് ഇവിടെ. കണ്ട, മീൻ പിടിക്കാം. പിന്നെ നല്ല ഒരു കാലാവസ്ഥയാണ്, തണുപ്പ് അന്തരീക്ഷമാണ്. ഇവിടെ വന്ന് ഷൂട്ട് ചെയ്യാം. എല്ലാം കൊണ്ടും നല്ലൊരു അവസ്ഥയാണ്. ഇത് കണ്ട, നിങ്ങൾ കാണുന്നില്ല? എനിക്ക് ഇഷ്ടപ്പെട്ടാൽ വല്ല സംവിധായകരൊക്കെ ഉണ്ടെങ്കിൽ ഷൂട്ടിങ്ങിനൊക്കെ വരാൻ കേട്ടോ. കാടൊക്കെ വേണ്ട സ്ഥലമാണെങ്കിൽ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. എന്ന് വെച്ചാൽ മണ്ണൊക്കെയുള്ള സ്ഥലമാണ് ഈ കാടിൻ്റെ നടുക്കേ. നമുക്കൊന്ന് വൃത്തിയാക്കാമെങ്കിൽ നന്നായിട്ട് ഷൂട്ട് ചെയ്യാവുന്നൊക്കെ സ്ഥലമാണ്. എൻ്റെ ഇതിൽ കോണ്ടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഷൂട്ടിനൊക്കെ ഉണ്ടെങ്കിൽ വരാം. വേറെ യൂട്യൂബേഴ്സിനൊക്കെ വേണമെങ്കിൽ വന്നാൽ നമുക്ക് ചൂണ്ടയിടുന്ന വീഡിയോ ഒക്കെ എടുക്കാവുന്നതാണ്. ഉണ്ടോ, കൊക്കിരുന്ന് കരയണ ഒച്ചയും. നല്ല കിളികളുടെയൊക്കെ ശബ്ദമൊക്കെ കേട്ട് രാവിലെ ഉണരാൻ പറ്റും. വേറെ ശല്യങ്ങളൊന്നുമില്ല, സൈലൻ്റാണ് എപ്പോഴും. ഇന്ന് നമുക്ക് കറി വെക്കാനായിട്ട് കൊണ്ടുവന്നേക്കണം മണങ്ങെന്ന് പറയും. ഇവിടെ അടുത്തൊരാൾ വലയിട്ടിട്ട് ഷാജിച്ചേട്ടൻ പോയി വാങ്ങിച്ചുകൊണ്ട് വന്നാണ്. ഇത് വെട്ടിത്തേച്ചിനി കറി വെക്കണം. നമ്മുടെ വീട്ടിൽ തന്നെ മാങ്ങ ഉണ്ട്, അത് പറിച്ച് മാങ്ങായിട്ട് വെക്കാമെന്ന് ഓർത്താണ് ഇരിക്കണത്. പിന്നെ ഞാനിത് വെട്ടിട്ട കേട്ടോ. എന്നിട്ട് നമുക്ക് ഉച്ച കഴിഞ്ഞ് ചൂണ്ടയിടുന്ന വീഡിയോ കാണിക്കാം. ചൂണ്ടയിൽ വല്ലതും കിട്ടുമോ ഇല്ല എന്നുള്ളത് നമ്മുടെ കയ്യിലല്ല. അത് ഓരോ ദിവസവും വെള്ളത്തിൽ ഓരോ ഇതുപോലെ ഇരിക്കും, ഭാഗ്യം പോലെ ഇരിക്കുമെന്ന് പറയാം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഉച്ച കഴിഞ്ഞിന് ചൂണ്ടയിട്ട് നോക്കാം. ഞാൻ മീനൊക്കെ വെട്ടി കറി വെക്കട്ടെ കേട്ടോ.